ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ ഒരു കുട നന്നാക്കുന്ന അങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വഴിയിൽ കൂടി കുട നന്നാക്കണോ എന്ന് ചോദിച്ച് പോയപ്പോഴാണ് അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചത്. അങ്കിളുടെ വീട് എവിടാ? എൻ്റെ വീട് കുപ്രാപ്പേര് അറിയാവോ? രണ്ടാംകുറ്റി അറിയാവോ? രണ്ടാംകുറ്റി അറിയാവോ? കായംകുളമാണോ? ആ, കായംകുളം കിഴക്കോട്ട് പോകുന്നു. രണ്ടാംകുറ്റി മൂന്നാംകുറ്റി മധ്യേ കുപ്രാപ്പേരെന്ന് പറയും. ഇങ്ങോട്ട് ഇങ്ങനെ പോവുകയാണോ ചെയ്യണേ? അല്ലാതെ ഒരിടത്ത് ഇരുന്ന് പണിയില്ല, ഇരുന്ന് പണി? ഞാൻ നടന്നല്ലോ. അതെയോ? പാടല്ലേ ഇങ്ങനെ നടന്ന് ജീവിക്കണ്ടേ? ആരുടെ മുതലും മുട്ടിക്ക് അറിഞ്ഞൂടാ, പിടിച്ചു ചോദിക്കാൻ അറിഞ്ഞൂടാ. ഒരു 10 രൂപ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നുവരെയും ചോദിച്ചിട്ടില്ലെങ്കിൽ നാളെ ദിവസം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ആരുടെയെങ്കിലുമൊക്കെ ഔദാര്യം കൊണ്ടും സഹായം കൊണ്ടുമൊക്കെ ജീവിക്കേണ്ടി വന്നാൽ നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയില്ല, ശരിയല്ലേ? അങ്കിളിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഇനി മൂന്നാമ്പിള്ളേർ, മൂന്നൊക്കെ മെക്കാനിക്ക്, പിന്നെ ഇതാ ഫാൻ, മിക്സി, ഇലക്ട്രീഷ്യൻ. അവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഒരാൾ പത്തനാട്, ഒരാൾ സൗദ്യ, ഒരാൾ തിരുവനന്തപുരം. നടന്നാണോ വരുന്നത്? ഞാൻ ഒരു ഉച്ചവരെ നടക്കത്തുള്ളൂ. ഡെയിലി കൂടുതൽ കൊള്ളാൻ വയ്യ, കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ടൊരു മാസമായില്ല. മക്കളെ ഒന്നും ആശ്രയിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് നടക്കും. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം. കാരണം ചിലപ്പോൾ കണക്കു പറച്ചിലുകൾ കേൾക്കേണ്ടി വരും. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാലുപിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും.